മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അനീതികൾ എന്നും MTയിൽ രോഷാഗ്നി നിറച്ചിരുന്നു. അതിനൊരു ഉദാഹരണമായിരുന്നു മലാപ്പറമ്പ് AUP സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞുവെന്ന കാരണം പറഞ്ഞ് സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം നിഷേധിച്ച മാനേജ്മെന്റിന്റെയും UDF സർക്കാരിന്റെയും നടപടി. 2014 ഏപ്രിൽ 11 തെരഞ്ഞെടുപ്പ് ബൂത്തായിരുന്നു സ്കൂൾ. അറിവും അക്ഷരവും പകർന്ന വിദ്യാലയം ഏപ്രിൽ 12 മാനേജ്മെന്റ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. അവശേഷിച്ച കുട്ടികൾ അക്ഷരം നിഷേധിക്കപ്പെട്ട് പെരുവഴിയിലായപ്പോൾ MTയിലെ വിപ്ലവകാരി ജ്വലിച്ചുയർന്നു. രണ്ടാം ഊഴത്തിലെ ഘടോത്കചന്റെ രണഭൂമിയിലേക്കുള്ള വരവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആകാശത്തും ഭൂമിയിലും കൊടുങ്കാറ്റ് വിതച്ച് MT എന്ന സാംസ്കാരിക നായകൻ മലാപ്പറമ്പ് സ്കൂളിലേക്കെത്തി. സാംസ്കാരിക ഫാസിസത്തിനെതിരെ മാനിഷാദ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു MT പ്രഭാഷണം ആരംഭിച്ചത് തന്നെ. മാനിഷാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് MT ആ പ്രസംഗം തുടങ്ങുന്നത്. ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇതൊരു സാംസ്കാരിക ഫാസിസമാണ്. അതുകൊണ്ട് ഈ സ്കൂൾ പൊളിച്ച ആളുകൾ തന്നെ ഇത് പുനഃസ്ഥാപിക്കണമല്ലോ, അല്ലെങ്കിൽ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ മുൻപന്തിയിലുണ്ടാവുമെന്നും പറയുന്ന ഒരു MTയുടെ ഉജ്ജ്വലമായുള്ള ഒരു സമര നേതൃത്വം അന്ന് കോഴിക്കോട് കണ്ടാണ്, കേരളം കണ്ടാണ്. തീർച്ചയായും പിന്നീട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളിലെയും ഒരു മുൻനിരയിൽ നിൽക്കുന്ന MTയെ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. സമരങ്ങളുടെ ദിനങ്ങളായിരുന്നു പിന്നീട്. UDF സർക്കാർ മാറിവന്ന് ഇടതുപക്ഷം അധികാരത്തിലേറി. ആ സമരത്തിന് ഫലം കണ്ടു. 2016 നവംബർ 24 സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. 2 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടവും സൗകര്യങ്ങളും ഉയർന്നു വന്നു. ഇന്ന് 150-ലേറെ കുട്ടികൾ പഠിക്കുന്ന അക്ഷരമുറ്റമാണ് മലാപ്പറമ്പ് AUP സ്കൂൾ. സാഹിത്യകാരൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഒരാൾ മാത്രമല്ല കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായർ. സാംസ്കാരിക ഫാസിസത്തിനെതിരെയുള്ള MTയുടെ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ് ഇന്ന് നാം കാണുന്ന ഈ മലാപ്പറമ്പ് GUP സ്കൂൾ. മലാപ്പറമ്പ് സ്കൂളിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.